അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് റജബ് 29 ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു വഫാത്തായ ദിവസമാണ്. മഹാനവറുകളെ കുറിച്ച് അല്പകാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. മഹാനവറുകളുടെ യഥാർത്ഥ പേര് മുഹമ്മദ് എന്നാണ്. ഓമന പേര് അബു അബ്ദില്ല. മഹാനവറുകൾ ജനിക്കുന്നത് ഹിജ്റ 150 ഫലസ്തീനിലെ ഗസയിലാണ്. അബു ഹനീഫ റളിയല്ലാഹു തആല അൻഹു ബഗ്ദാദിൽ വഫാത്തായ ദിവസമായിരുന്നു അന്ന്. 2 വയസ്സ് തികയുന്നതിന് മുമ്പ് തന്നെ മഹാനവറുകളുടെ പിതാവ് വഫാത്തായിരുന്നു. തീർത്തും യതീമായി വളർന്ന ഫലസ്തീനിൽ ഒറ്റപ്പെട്ടു കഴിയുന്നതിൽ മാതാവായ ഫാത്തിമ എന്നവർക്ക് വിരസത പ്രയാസം തോന്നിയപ്പോൾ മകനെയും കൂട്ടി മക്കയിലേക്ക് പോയി. പ്രാഥമിക പഠനം ഉമ്മയുടെ അരികിൽ വെച്ചായിരുന്നു. 7-ാം വയസ്സിൽ തന്നെ മഹാനവറുകൾ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുകയും 10-ാം വയസ്സിൽ ഹദീസിൻ്റെ പ്രഥമ ഗ്രന്ഥമായ ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മുവത്ത മനഃപ്പാഠമാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ ബുദ്ധിപരമായ ഔന്നത്യം മഹാനവറുകൾ കരസ്ഥമാക്കിയിരുന്നു. തുടർന്ന് മക്കയിലെ മുഫ്തിയായിരുന്ന മുസ്ലിം ഇബ്നു ഖാലിദ് അസ്സഞ്ചിയുടെ അടുത്ത് പോയി ഫിഖ് പഠിക്കുകയും അതേപോലെ പല ഉസ്താദുമാറുകളിൽ നിന്നും പല ഇൽമുകൾ കരസ്ഥമാക്കുകയും ചെയ്തു. 15 വയസ്സാകുമ്പോഴേക്ക് തന്നെ ഫത്വ നൽകാനുള്ള കഴിവ് ആർജിക്കുകയും അതിനുള്ള ഇജാസത്ത് സമ്മതം സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് മദീനയിലേക്ക് പോയി ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹുവിനോടൊപ്പം ചേർന്നിരുന്നു. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു പറയുന്നതായിട്ട് കാണാം, ഞാൻ കുന്തു യതീമൻ ഫി ഹിജ്രി ഉമ്മി വലം യകുൻ മഅഹാ മാ തുഅതിൽ മുഅല്ലിം. ഞാൻ യതീമായിട്ടായിരുന്നു വളർന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഉമ്മയുടെ കയ്യിൽ പഠിപ്പിക്കുന്ന ഉസ്താദിന് കൊടുക്കാൻ പൈസ അല്ലെങ്കിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ എൻ്റെ ഞാൻ ഉസ്താദ് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള കുട്ടികൾക്ക് അത് വിശദീകരിച്ചു കൊടുക്കുന്നത് കൊണ്ട് എന്നിൽ തൃപ്തിപ്പെട്ടിരുന്നു. മഹാനവറുകൾ പറയുന്നു, ശുദ്ധിയുള്ള ഒരുപാട് എല്ലുകളിൽ ഞാൻ ഹദീസുകളും ഇൽമുകളും രേഖപ്പെടുത്തുമായിരുന്നു. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു പറയുന്നതായിട്ട് കാണാം, എന്നോട് വല്ല മസ്അലകളും ആരെങ്കിലും ചോദിച്ചാൽ അതിൽ ഹദീസ് എനിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇമാം ഷാഫിഈ തങ്ങൾ എന്തു പറഞ്ഞു ആ ഖൗലാണ്, ഇമാം ഷാഫിഈ തങ്ങളുടെ ഖൗലാണ് ഞാൻ പറയാറുള്ളത്. കാരണം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനവറുകളെ പറ്റി പ്രവചിച്ചിരുന്നു. മുത്തുനബി തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ആലിമു ഖുറൈശിൻ യംലഉൽ അർള ഇൽമ. ഒരു ഖുറൈശി പണ്ഡിതൻ ഭൂമിയുടെ നാനാഭാഗത്ത് ഇൽമു കൊണ്ട് നിറക്കുമെന്ന് മുത്തുനബി തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു ഹിജ്റ 195 അതായത് മഹാനവറുകളുടെ 45-ാം വയസ്സിൽ മഹാനവറുകൾ ബഗ്ദാദിലേക്ക് പുറപ്പെട്ടു. അവിടെ 2 വർഷം കഴിച്ചുകൂട്ടി. അവിടെയുള്ള വിവിധ പണ്ഡിതന്മാരുമായി കണ്ടുമുട്ടുകയും അവരിൽ നിന്ന് വിവിധ വിഷയങ്ങളിലുള്ള അറിവ് ശേഖരിക്കുകയും ചെയ്തു. അവിടെ വെച്ചാണ് തൻ്റെ ആദ്യകാല കിതാബുകളിൽ ഒന്നായ ഹുജ്ജ രചിക്കുന്നത്. അതിനുശേഷം മക്കയിലേക്ക് തന്നെ മടങ്ങുകയും ആ മക്കയിൽ നിന്നും ഹിജ്റ 198 അതായത് 3-ാം വർഷം ബഗ്ദാദിൽ പോയി 2 വർഷം അവിടെ നിന്നു. പിന്നെ മക്കയിൽ വന്നു. ഹിജ്റ 198 വീണ്ടും ബഗ്ദാദിലേക്ക് തന്നെ തിരിച്ചു. അവിടുന്ന് അവസാനം ഈജിപ്തിലേക്ക് പോവുകയും അവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു. ഈജിപ്തിൽ വെച്ചാണ് മഹാനവറുകളുടെ പ്രമുഖ ഗ്രന്ഥങ്ങളായ അൽ അമാലി പോലെയുള്ള കിതാബുകൾ രചിക്കപ്പെടുന്നത്. ഇമാമുന അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുണ്ട്, ഇമാം ഷാഫിഈ തങ്ങൾ 2-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദാണെന്ന്. അതേപോലെ വളരെ ചെറുപ്പം മുതലേ വലിയ സാഹിത്യപ്രേമിയായിരുന്നു മഹാനവറുകൾ. അതുകൊണ്ട് തന്നെ ഇമാം ഷാഫിഈ തങ്ങൾ ഹുദൈൽ ഗോത്രക്കാരോടൊപ്പം ഒരുപാട് കാലം ജീവിച്ചിട്ടുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഹുദൈൽ ഗോത്രക്കാരെക്കാളും അവിടെ താമസിക്കുന്ന ഹുദൈൽ വംശജരെക്കാളും സാഹിത്യകാരന്മാർ ഉണ്ടായിരുന്നില്ല.
അവരുടെ അടുത്തുപോയി കവിതയും ഭാഷാ പരിജ്ഞാനവും മഹാനവറുകൾ ആർജിച്ചെടുത്തു. അതിനുശേഷം ഒരുപാട് കവിതകൾ മഹാനവറുകൾ രചിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ കിതാബുകളിലൊക്കെ കാണാവുന്നതാണ്. സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നാണ് ഹദീസ് വിജ്ഞാനത്തിൽ അവഗാഹം നേടുന്നത്. ഇമാമുന ഷാഫി റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് ഒരുപാട് ഇമാമിങ്ങൾ ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്തിൽ കൊടുത്തതായിട്ട് കാണാം. ഖാല റബീഉ റളിയല്ലാഹു തആല അൻഹു, റബീ എന്നവർ പറയാൻ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. എനിക്ക് പ്രായപൂർത്തിയാവുന്നതിന് മുമ്പായിരുന്നു അത്. മുത്തുനബി തങ്ങൾ എന്നോട് ചോദിച്ചു, നീ ആരിൽപ്പെട്ടവനാണ്? അപ്പോൾ ഞാൻ മറുപടി പറഞ്ഞു, അങ്ങയുടെ കൂട്ടത്തിൽ പെട്ട ആള് തന്നെയാണ്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ വായ തുറക്കാൻ. വായ തുറന്നപ്പോൾ മുത്തുനബി തങ്ങൾ അവിടുന്ന് അല്പം ഉമിനീരെടുത്ത് എൻ്റെ വായിലും എൻ്റെ ചുണ്ടിലും എൻ്റെ നാവിലും പുരട്ടി തന്നു. എന്നിട്ട് പറഞ്ഞു, നീ പോവുക, അള്ളാഹു നിന്നിൽ ബറക്കത്ത് ചെയ്യട്ടെ. അതിനുശേഷം ഫമാ അദ്കുറു, എനിക്ക് ഓർമ്മയില്ല. അതിനുശേഷം എൻ്റെ ഹദീസിലും കവിതയിലും പിഴവ് സംഭവിച്ചതായിട്ട് എൻ്റെ ഓർമ്മയിൽ ഇല്ല എന്ന് ഇമാം ഷാഫി തങ്ങൾ പറയുന്നതായിട്ട് കാണാം. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ, മഹത്വങ്ങൾ, മഹാനവറുകളെ കുറിച്ച് ഇമാമിങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ, സന്തോഷത്തിലാക്കി തരുമാറാവട്ടെ. മഹാനവറുകൾ വഫാത്താവുന്നത് ഈജിപ്തിൽ വെച്ചാണ്. ഈജിപ്തിലാണ് മഹാനവറുകളുടെ ഖബറുള്ളത്. അള്ളാഹു സിയാറത്ത് ചെയ്യാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.